വിവാദം ഉണ്ടാക്കിയ അന്ന് ആൾക്ക് സമൂഹത്തോടോ സ്ത്രീകളോടോ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തോടോ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളവരല്ല. അന്ന് ഈ ഇവിടുത്തെ മലയാളത്തിലെ ആൺകോയ്മയ്ക്കെതിരെ സംസാരിച്ചതിലുള്ള പക ഇവന്മാർക്ക് ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ആ അടങ്ങിയിട്ടില്ലാത്തതിന് കാരണമായിട്ട് വന്നിരിക്കുകയാണ്. ടീസർ എന്ന് വെച്ചാൽ സാധാരണ ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ പ്രതീക്ഷകൾ വെച്ച് പുറത്തിറങ്ങുന്ന സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ യശൻ്റെയൊക്കെ നേരത്തെ വന്നിട്ടുള്ള പടങ്ങൾ വെച്ച് നോക്കണം, ആ പടത്തിലുള്ള ഒരു ഭയങ്കര മസ്കുലിയൻ സൂപ്പർ ആൺ താരം നടത്തുന്ന വെടിവെപ്പും ആളുകളെ കൊല്ലുന്നതൊക്കെ സാധാരണ സംഗതി തന്നെ, അല്ല ഒന്നുമില്ല. അതിനകത്തൊരു ഇൻറ്റിമേറ്റ് സീനും കൂടി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ആ സീനിലെ ആ ടീസറിലെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് ഗീതു മോഹൻദാസിനോട് പഴയ നിങ്ങളുടെ സ്ത്രീപക്ഷവാദം എവിടെയെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വിവാദം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നത്. ആ വിവാദം ഉണ്ടാക്കിയ അന്ന് ആൾക്ക് സമൂഹത്തോടോ സ്ത്രീകളോടോ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തോടോ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളവരല്ല. അന്ന് ഈ ഇവിടുത്തെ മലയാളത്തിലെ ആൺകോയ്മയ്ക്കെതിരെ സംസാരിച്ചതിലുള്ള പക ഇവന്മാർക്ക് ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ആ അടങ്ങിയിട്ടില്ലാത്തതിന് കാരണമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ട്രോള് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ത്രീപക്ഷം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സർക്കാസം കമൻറ്റിൽ ഇടുന്ന ആൾക്കാരുടെയൊക്കെ പ്രശ്നം എന്താണ്? അന്ന് ഈ പറയുന്ന രഞ്ജി പണിക്കരുടെ മകനെടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ എന്താ, കസബ, എന്താ കേരളം തള്ളിക്കളഞ്ഞൊരു സിനിമയാണ്. ആ സിനിമ വിജയിക്കുക ഒഴിച്ചതില്ലല്ലോ. ആ സിനിമയിൽ കാണിച്ചിട്ടുള്ള സംഗതി അവരെ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനം എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് അങ്ങനെ പെണ്ണുങ്ങളുടെ മടിക്കുത്തിൽ പിടിക്കാനുള്ള അധികാരമുണ്ടെന്ന്, അങ്ങനെ ഒരു ഹീറോയ്ക്ക് കഴിയണമെന്ന് സ്ഥാപിക്കുന്ന ഒരു സിനിമയെ വിമർശിച്ചു. അത് വിമർശിക്കാൻ പെണ്ണുങ്ങൾ ആരാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവന്മാരുടെ പ്രശ്നമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൊഡ്യൂസർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരു വരവ് കൂടിയിട്ട് വരേണ്ടി വരുമെന്ന്. അതിപ്പോൾ ഈ വെട്ടുകളിക്കൂട്ടത്തിൻ്റെ ആവേശം കണ്ടിട്ട് തോന്നുന്നതാണ്. അവന്മാരൊന്നും അല്ല മലയാളം അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർ, അത് വേറെ കാര്യം. ഈ വെട്ടുകളിക്കൂട്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് ഉള്ള പ്രശ്നം വെച്ചാൽ സൂപ്പർ താരങ്ങളെ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും വിമർശിക്കുമ്പോൾ അതിൻ്റെ വെട്ടുകളിക്കൂട്ടം. രണ്ട്, ദിലീപ് നടത്തിയിട്ടുള്ള, ദിലീപിൻ്റെ നേതൃത്വത്തിൽ നടന്നുവെന്ന് പൊതുവേ വിചാരിക്കപ്പെടുന്ന ഒരു ക്രൈമുമായി ബന്ധപ്പെട്ടാണ് മലയാള സിനിമയിൽ വിപ്ലവകരമായ ചില മൂവുകൾ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിരുന്നു സത്യം പറഞ്ഞാൽ WCC രൂപീകരണം പോലും നമുക്കറിയാം. അപ്പോൾ അതിനോടുള്ള പക ഈ ആൺകോയ്മവാദികൾക്കും ആ മാനസികാവസ്ഥയുള്ള മനുഷ്യന്മാർക്കും തീർന്നിട്ടില്ല. അതിൻ്റെ മുഖ്യധാരാ പോരാളികളായി നിന്നിട്ടുള്ള ആൾക്കാരെ ഏതെങ്കിലും അവസരം കിട്ടുമ്പോൾ വെച്ച് ചാമ്പണം എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ ഇറങ്ങിയിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഈ സിനിമ കംപ്ലീറ്റ് ആയിട്ട് സ്ത്രീവിരുദ്ധ സിനിമയാണ്, സ്ത്രീകൾക്കെതിരായ ആണുങ്ങൾക്ക് അധികാരവും അവകാശമുണ്ടെന്ന് സ്ഥാപിക്കുന്ന സിനിമയാണെന്ന് എനിക്കറിയില്ല. ആ സിനിമ പുറത്തു വരേണ്ടതുണ്ട്. ഇതൊരു ആക്ഷൻ സംഗതി കാണിക്കുന്ന ഒന്നാണ്.